നാത്തൂനെ ഒന്നും വിചാരിക്കില്ല കേട്ടാ. ഇച്ചാനത് ഭയങ്കര എവിടെ നിന്നെങ്ങാണ്ടൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടു നട്ടു വെച്ചതാ. അതങ്ങനെ പെട്ടെന്ന് അത് കണ്ടപ്പോ അങ്ങനെ ദേഷ്യം വന്നു പോയത്. പിന്നെ ഇങ്ങനെയല്ല ഒരു മനുഷ്യനോട് പെരുമാറുന്നത്. പറമ്പ് മുഴുവൻ കപ്പ നട്ടു വെച്ചേക്കണം, അത് വല്ല പ്രയോജനം ഉണ്ടോ? ഭയങ്കര ഇഷ്ടാന്ന്. അത് ഇഷ്ടമുണ്ടെന്നിട്ട് അത് ഗുണമുള്ള കാര്യം ചെയ്യട്ടെ. എല്ലാം ഉണങ്ങി ദ്രവിച്ച് നിൽക്കണു. അവിടെ അത് മാറ്റിയിട്ട് മുല്ലകൃഷി തുടങ്ങാന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റാണോ? അത് ഇച്ചായന അങ്ങനെ അറിയില്ല. കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ എന്തോ സംഭവം. വലിയ സംഭവം. അതിന് എന്തൊക്കെയാ കിടന്ന് പ്രസംഗിച്ചത്? ഇത് വേറെ ഒന്നല്ല. ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയല്ല, എപ്പോഴും പറയും. ഇപ്പൊ അവര് വന്നേ പിന്നെയാണ്. എന്തിനാ ഇങ്ങനെ നുണ പറയണത്? ഞാൻ നുണയല്ല പറയണേ. ചായന്റെ വീട്ടിൽ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പഴാ പറയണേ എല്ലാരും വന്നപ്പോഴാ നമ്മുടെ വീടായെന്ന് പറയണേ. പറയും. അതുകൊണ്ടാണല്ലോ വീട് നിറച്ച ആൾക്കാരുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പനും അമ്മേനെയും അടിച്ചിറക്കിയത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നാത്തൂനെ. അത് പിന്നെ വയസ്സായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ പറഞ്ഞ് അതങ്ങനെ ആയിപ്പോയി. ഇത് നല്ല പുന്നാര വന്നത് അന്നേരം. ഇത് ക്ലീറ്റോ പെങ്ങളെ കാണുമെന്ന് പറഞ്ഞ് കൊതിച്ചു വന്നതാ. ആ മനുഷ്യനോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ട്. എന്നാലും ഈ ചൈന അങ്ങോട്ട് പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോ അങ്ങോട്ട് അംഗീകരിക്കാൻ ഞാൻ അവിടെയൊക്കെ നോക്കുക. നാത്തൂനും കൂടി ആരോഗ്യമായി പറയണേ. ഒന്നുമില്ല അമ്മാവനൊരു പെണ്ണാലോചിക്കായിരുന്നു ഞങ്ങള്. കേരളത്തിൽ ഇനി നീ ഒരാളും കൂടി ഉള്ളായിരുന്നു അമ്മാവന് പെണ്ണാലോചിക്കാൻ. അതെന്താ മോശം കാര്യമാണത്? ഓടി അവിടുന്ന് ഇവര് ആരും വിചാരിച്ചേർന്നിട്ടില്ല. ഇപ്പൊ നീ വയസ്സെത്ര? ഈ വയസ്സാകാലത്ത് പെണ്ണ് കെട്ടിയിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞ ഇപ്പൊ കെട്ടണം. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കഴിഞ്ഞു പോവും. സമയം കഴിഞ്ഞു പോയിന്നല്ല, എന്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞു. നീ പെണ്ണുമില്ല, ഇവിടെ കോഴിയില്ല. അത് കൊള്ളാം. ഇപ്പൊ അങ്ങനെയൊക്കെ വലിയ ഇതില് പറയും. കുറച്ച് എല്ലായിടത്തും ഉരുണ്ട് വീഴ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം വെച്ച് കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ച് വായിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആരുണ്ട്? ആരെങ്കിലും മനസ്സിലായില്ല? എല്ലാവരും പറയുന്നത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഭാര്യ നോക്കാണ്ടത്. എനിക്ക് ഭാര്യയാണ് ആദ്യം കുഴഞ്ഞു വീണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥ എന്താ നിങ്ങൾ നോക്കിണ്ട? അവളെ നോക്കണ്ടേ? ഭർത്താവ് പറഞ്ഞോട്ടെ അല്ലേ? അമ്മാവനിങ്ങനെ എന്ത് പറഞ്ഞാലും ന്യായം പറഞ്ഞാലും എങ്ങനെ ശരിയാവണേ? നീ നിർത്ത്. നിന്നോട് ഞാൻ ചോദിക്കാം, നിന്റെ കെട്ടിയത് എന്താണ് ഇവിടെ ഒന്ന് കാണിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ഇത്രയും കാര്യമായിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോ അതാ നിന്റെ വായിൽ നാക്കില്ലായിരുന്നു. ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ കേട്ടോണ്ടെന്ന് വേണം. അതെങ്ങനെ ഇച്ചായനോട് ഞാൻ എങ്ങനെ പറയണേ? എന്റെ കെട്ടിയോനല്ലേ, എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ. കെട്ടിയന്മാരെ വരച്ച വരല് നിർത്താൻ പഠിക്കണം. അതാണ് ഭാര്യമാരുടെ കഴിവ്. എന്റെ ഈ ആങ്ങളെ ക്ലീറ്റസ് ഇവിടെ എങ്ങനെയായിരുന്നു? പുലിയായിരുന്നില്ലേ? തങ്കത്തിനെ കെട്ടിയതിന്റെ ശേഷം ഇപ്പൊ എലിയ. തങ്കം ഇങ്ങോട്ട് നിക്ക് പറഞ്ഞ ഇങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട്. അങ്ങനെ അനുസരിപ്പിക്കാൻ പഠിക്കണം. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ക്ലീറ്റോനോട് കാര്യപ്പെട്ട കാര്യം പറയുള്ളൂ. അത് പറഞ്ഞ ക്ലീറ്റോന് മനസ്സിലാവുകയും ചെയ്യും. ഇത് അങ്ങോട്ട് വിളിച്ചാ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. എന്ത് ജീവിതം അത്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഒത്തൊരുമ വേണം ആദ്യം.